ദൈവം എവിടെ? ഈശ്വരനെ ഞങ്ങൾ അന്വേഷിച്ചു, ഒരിടത്തും ഞങ്ങൾ കണ്ടെത്തിയില്ല. ദൈവം മിഥ്യ. ശൂന്യാകാശത്ത് ഞങ്ങൾ ദൈവത്തെ അന്വേഷിച്ചു, ഒരിടത്തും ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള ദൈവനിരാസത്തിൻ്റെ ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ പ്രത്യേകമായിട്ടും ഉണ്ട്. അവരോട് എനിക്ക് സഹതാപമാണ്. കാരണം നിഷേധിക്കപ്പെടേണ്ട ദൈവത്തെ അവർ നിഷേധിക്കുന്നു. എവിടെയാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്? ഏത് ദൈവത്തെയാണ് അവർ അന്വേഷിക്കുന്നത്? ഏത് രീതിയിലുള്ള ദൈവാന്വേഷണമാണ് അവർ നടത്തുന്നത്? ഇതിനൊക്കെയുള്ള മറുപടിയാ വിശുദ്ധ ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്തുമസിൻ്റെ ദൈവം എന്ന് പറയുന്നത് കണ്ടെത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ കൂടെ മാത്രം കടന്നു വരുന്ന ദൈവമാണ്. മഹാനായ ഫുൾട്ടൻഷിൻ്റെ വാക്കുകളിൽ ഡിവിനിറ്റി ഈസ് ഓൾവേസ് ഫൗണ്ട് വേർ ഇറ്റ് ഈസ് ലീസ്റ്റ് എക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് ക്രിസ്മസിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. നമ്മൾ മനുഷ്യന് കണ്ടെത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അഥവാ ഏറ്റവും അപ്രതീക്ഷിതമായ മേഖലകളിൽ മാത്രം കണ്ടെത്താൻ സാധിക്കുന്നവനാ ക്രിസ്മസിൻ്റെ ദൈവം എന്ന് പറയുന്നത്. ഗബ്രിയേലി ബോസസ് എന്ന ഫ്രഞ്ച് വിശുദ്ധ ഈശോ കൂടെ ഒരു വെളിപാടിൽ പറയുന്നുണ്ട് പോലും, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഓർഫൻ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനാഥൻ എന്ന് പറയുന്നത്. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ദൈവിക പരിവേഷം അണിഞ്ഞുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ജൂലിയസ് സീസറും ക്ലിയോപാട്രയും അലക്സാണ്ടറും ഒക്കെ ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. തങ്ങൾ ദൈവപുരുഷന്മാരായിട്ട് സ്വയം ചിത്രീകരിച്ചവരായി ഇവരൊക്കെ. എന്നാൽ ക്രിസ്തുമസിൻ്റെ ദൈവം തൻ്റെ ദൈവീകത മുഴുവനും അഴിച്ചു വെച്ച് അനാഥ ദൈവമായി, അനാഥരുടെ ദൈവമായി അവതരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈശ്വര നിഷേധികൾക്ക് നന്ദി പറഞ്ഞത്. തെറ്റായ ദൈവത്തെ നിഷേധിക്കുന്നതെല്ലാം കൊണ്ടും നല്ലതാ. തെറ്റായ രീതിയിലുള്ള ദൈവാന്വേഷണങ്ങളെ പുൽക്കൂട്ടിലേക്ക് ചെന്നെത്തുകയില്ല. ഉദാത്തമായ ദൈവാന്വേഷണത്തിൻ്റെ വിഷയവും ദൈവാന്വേഷണത്തിൻ്റെ രീതിശാസ്ത്രവും എല്ലാം നമ്മൾ പുൽക്കൂട്ടിൽ നിന്ന് പഠിക്കണം. ക്രിസ്തുമസിൻ്റെ ദൈവം ശക്തിയുടെ ദൈവമല്ല, രാജത്വത്തിൻ്റെ ദൈവമല്ല, അത് ഇടയൻ്റെ ദൈവമാ, ആടുകളുടെ ദൈവമാ, പുൽക്കൂടിൻ്റെ ദൈവമാ, കന്നുകാലിയുടെയും കാലിത്തൊഴുത്തിൻ്റെയും ദൈവമാ. ആ അന്വേഷണം നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല.